അത് റെഡി ആവണം. എനിക്ക് എൻ്റെ ഈ മൂക്കോട്ടുള്ള സംസാരം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ ഡ്രസ്സ് മാറി റെഡി ആവാൻ നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് വിഷയമായിട്ട് ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സാരിയും കാര്യങ്ങളും മേടിക്കേണ്ടി നമ്മളിന്ന് തൃശ്ശൂർ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ ഇന്നാൾ മാളിലേക്ക് പോയപ്പോൾ മേടിച്ചതായിരുന്നു. ഒരു ഡാർക്ക് ഷെയ്ഡാണെങ്കിലും ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ഡ്രസ്സെല്ലാം മാറി നമ്മൾ ഡോറെല്ലാം പൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഏട്ടൻ വീഡിയോ എടുക്കണത്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഈ ചുരിദാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് തന്നെയാണ്. ഇതിൻ്റെ 4 കളർ ചേഞ്ച് എൻ്റെ കയ്യിലുണ്ട്. അത് ഇങ്ങനെ കുറേ കളറുകൾ മേടിക്കാനുള്ള മെയിൻ കാരണം തന്നെ അടിപൊളി മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ പാൻറ് ആയിക്കോട്ടെ ഷോൾ ആയിക്കോട്ടെ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരിലേക്ക് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇതാ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. ഒരു ഉച്ച ടൈമിൽ എത്തിയോണ്ട് തന്നെ അമ്മ ഞങ്ങൾ ചോറും കറികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഞാൻ കാത്തുമ്മയ്ക്ക് ചോറ് വായിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് തന്നെ രണ്ടും ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ ശബ്ദം മൊത്തത്തിൽ പോയിരിക്കണം. എനിക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുലർച്ചെ എഴുന്നേറ്റ് വർക്കിന് പോകാനും മൂക്ക് തുറന്ന കാലയും മറിഞ്ഞു. ഈ ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ സെറ്റായി വരണം, എന്നാലാണ് ഞാനൊന്ന് ഓക്കെ ആവുള്ളൂ. അത് റെഡി ആവണം. എനിക്ക് എൻ്റെ ഈ മൂക്കോട്ടുള്ള സംസാരം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വേഗം തന്നെ വണ്ടിയിലേറി യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തൃശ്ശൂർ കട പോകുന്നത്. അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ച് നേരത്തേക്കുള്ളിൽ കുടിക്കുമ്പോൾ നല്ല ഉറക്കമായിട്ട് പിള്ളേർ ഭയങ്കര കളിയിലാട്ടോ ബാക്കി രണ്ടാൾ. എനിക്കാണിപ്പോൾ വണ്ടിയിൽ കയറി കുറച്ചാണ്ട് പോകുമ്പോൾ ഭയങ്കര തലക്കറക്കും തലവേദനയൊക്കെയാണ്. എന്താ കാര്യം എന്നറിയില്ല, ഉറക്കം റെഡി ആവാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മളങ്ങനെ തൃശ്ശൂരിലെ ഷോപ്പിലേക്കാണ് ആദ്യം തന്നെ പോയത്. അവിടെ എത്തി ഞാൻ സാരികളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ കാത്തു വീടെടുത്തിട്ട് അവൾക്ക് ഈ ലാച്ച വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഓർഡർ ചെയ്യില്ലായിരുന്നു പരിപാടി. ഈ പെണ്ണിനെ കൊണ്ട് നമുക്ക് കടയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവൾക്ക് വലിയ വലിയ ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2-3 സാരി എടുത്ത് നോക്കി. പക്ഷെ അതൊന്നും വിഷു മൂഡല്ലാത്തതുകൊണ്ട് തന്നെ ഞാനതൊന്നും എടുത്തില്ല. സെറ്റ് മൂഡാട്ടോ എടുത്തത്. പിന്നെ എനിക്ക് വർക്കിലുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ തൃശ്ശൂരുള്ള ഷോപ്പിലേക്ക് തന്നെ പോകണ്ടായിരുന്നു. ഞാൻ വർക്കിലുള്ള ഇങ്ങനത്തെ ലെൻസ് ലാഷൊക്കെ അവിടെ നിന്ന് തന്നെയാട്ടോ മേടിക്കുക. അവിടെ പോയി ലോഡ് സാധനങ്ങൾ മേടിച്ച് എൻ്റെ കേസും കല്യാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ശോഭയിലേക്കായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം മേടിച്ച് വണ്ടിയിലേക്ക് കയറിപ്പിക്കും. പിള്ളേർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കേണ്ട ദോശയും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വേഗം വന്ന് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ കാത്തമ്മയ്ക്ക് ബലൂൺ വേണമെന്നിട്ടുള്ള വാശിയായി. ഇങ്ങനെ ശോഭയിലെത്തി ഞാൻ അപ്പുറത്തെ ഏതെങ്കിലും കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടു ഞാൻ അത് വേണമെന്നിട്ടുള്ള കരച്ചിലായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഫുഡ് വന്ന് അവൾ സെറ്റ് ആയിക്കോളും. പിന്നെ അവൾ വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കില്ല കേട്ടോ. എനിക്കാണിപ്പോൾ സുഖിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു സുഖയെ മേടിച്ചിട്ട് ഞങ്ങൾ പപ്പാതിയാക്കിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ സുഖേനാണ് ഏറ്റവും ഇഷ്ടം പലഹാരങ്ങളിൽ. മുന്നത്തെ അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പിള്ളേർക്കുള്ള ദോശ വന്നു. അതിൻ്റെ ഇടയിൽ അമ്മ ഫ്രൈഡും ചിക്കൻ റോളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഇരുന്ന് കഴിച്ചു പിള്ളേർ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ.